ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നല്ല ചൂടിൻ്റെ ഒരു കാലാവസ്ഥയായിരുന്നു ഫ്രണ്ട്സ്. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി. നാത്തൂൻ്റെ വീടിൻ്റെ മുറ്റത്ത് നാരഞ്ചി എന്ന് പറഞ്ഞ ചെടിയുണ്ട്. ആ ചെടി നിറയെ കായ്കളാണ്, നല്ല വിളഞ്ഞു കിടക്കുന്ന കായ്കൾ. അപ്പോൾ നാത്തൂൻ പറഞ്ഞു, വാസുജി നമ്മൾക്ക് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് നല്ലൊരു ജ്യൂസ് കുടിച്ചാലോ, നല്ല ഫ്രഷായ കായ്കളിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ വിളഞ്ഞ കായ്കളൊക്കെ പറിച്ചിട്ട് നാത്തൂൻ ജ്യൂസ് തയ്യാറാക്കി. അപ്പോൾ ഇതിനെ ഇവിടെ പറയുന്നത് നാരഞ്ച എന്നാണ്. നാട്ടിൽ ഇതിൻ്റെ പേര് എനിക്കെന്താണെന്നറിയില്ല, കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. ഇതിനെ ഇവിടെ അച്ചാറിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നാരങ്ങ ചോറ് ചെയ്യും. നമ്മൾ നാട്ടിലൊക്കെ നാരങ്ങ ചോറ് ചെയ്യത്തില്ലേ, അതുപോലെ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചോറ് കൂടെ ചെയ്യും. അത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടാൽ ചോറ് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ആ ചോറ് നല്ല ടേസ്റ്റായിരിക്കും, നല്ല പുളിപ്പും നല്ല രസമായിട്ടുണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 കായാണ് ഇവിടെ എടുത്തത്. ഇപ്പോൾ 2ഓ 3ഓ 4ഓ കായ്കൾ, കൂടുതൽ കായ്കൾ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിഴിയത്തില്ലേ, പിഴിയുന്ന സമയത്ത് ആ തോടിൻ്റെ മേലൊരു കയ്പ്പ് രസം വരും. അപ്പം നമ്മളത് പിഴിയുന്ന സമയത്ത് ഇപ്പോൾ 2 കായൊക്കെ ആണെങ്കിൽ അത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൈ ഒന്ന് കഴുകിയിട്ട് പിന്നെ അടുത്ത കായ എടുത്ത് പിഴിയണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പ് ആ ജ്യൂസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിലേക്ക് പഞ്ചസാര ഇട്ടു, വെള്ളം ഒഴിച്ചു, പിന്നെ തണുത്ത സോഡ ഉണ്ടായിരുന്നേ കുറച്ച് ഒഴിച്ചിരുന്നെങ്കിൽ സൂപ്പറായിട്ടുണ്ടായേനെ, പക്ഷേ ഇല്ലാതായിപ്പോയി. ഇപ്പം കണ്ടോ, ഇതിനെ യഥാർത്ഥത്തിൽ ഈ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രൈറ്റ് ജ്യൂസ് ഇല്ലേ, സ്പ്രൈറ്റ്, അതേ ടേസ്റ്റ് വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഫ്രണ്ട്സ്.